Hi guys, welcome back to my channel. I'm Dilshad. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വർക്കല്ല ചെയ്ത് കഴിഞ്ഞ ഒരു വർക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നോവ ടൈപ്പ് 4ലേക്ക്, അതായത് ഒരു 2007 മോഡൽ ഇന്നോവയെ ടൈപ്പ് 4 ഇന്നോവ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ടൈപ്പ് 4 കൺവേർഷൻ നമ്മളല്ല ചെയ്തത്, പക്ഷേ അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ ഒരു മോഡിഫിക്കേഷൻ, ഇൻറ്റീരിയർ ഒന്നും കൂടി ആൾട്രേഷൻ ചെയ്തിട്ട് ഒരു അട്രാക്റ്റീവ് ലുക്കാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ. ആ വർക്കിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. വർക്കെല്ലാം കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ടുണ്ട്. വർക്ക് ചെയ്തതിൻ്റെ ഒരു ഡീപ്പ് വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത്ത് നല്ല ഓവറായി പോകും. അതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ വണ്ടിയിൽ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മെയിനായി നമ്മൾ ചെയ്തത് സീറ്റിൻ്റെ ആൾട്രേഷൻ ആണ്. സാധാരണ ഒരു കമ്പനി സീറ്റ് പോലെയല്ല ഇതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ കുറച്ചുകൂടി ഫോമൊക്കെ ആഡ് ചെയ്ത് നമ്മൾ മുമ്പ് ചെയ്ത വർക്ക് പോലെ തന്നെ, സ്വിഫ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒന്നും കൂടി ഒരു ബക്കറ്റ് സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. 4 ക്യാപ്റ്റൻ സീറ്റാണ് ഇതിന് വരുന്നത്. 3rd റോ മാത്രമാണ് ഒരു ലോങ് സീറ്റ് വരുന്നത്. അതിന് നമ്മളധികം ഫോമൊന്നും ആഡ് ചെയ്ത് ഓൾട്ടറേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഫ്രണ്ടിലെ 4 സീറ്റുകൾ ഓൾട്ടറേഷൻ ചെയ്ത് ഒരു ബക്കറ്റ് ഷേപ്പ് സീറ്റാക്കി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഡോർ പാഡിലും അത് സീറ്റിനോട് സാമ്യമുള്ള പെയിൻറ്റിങ് യൂസ് ചെയ്തു. അതുപോലെ ഡോർ പാഡുകളിൽ മെറ്റീരിയൽ ചേഞ്ച് ചെയ്തു. ഡാഷ്ബോർഡ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് മാറ്റി. അതുപോലെ സ്റ്റിയറിംഗ് വീൽ കവർ ഫുള്ളി റാപ്പ് ചെയ്തു. അതുപോലെ ഗിയർ കവർ, ഹാൻഡ് ബ്രേക്കിൻ്റെ കവർ, ഒരുവിധം നമ്മൾ സീറ്റ് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാഷ് 2 ടോണിലാണ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്കും ഒരു സീറ്റിനോട് സാമ്യമുള്ള കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം, റൂഫ് നമ്മൾ ബ്ലാക്ക് ചെയ്തു. നമ്മുടെ മെയിൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് റൂഫ് ചെയ്തത്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ടിലെ 2 സീറ്റിൽ വരുന്ന ഹെഡ് റെസ്റ്റിൽ 2 മോണിറ്റേഴ്സ് കൊടുത്തു. അത് ആൻഡ്രോയിഡ് സ്റ്റീരിയോയിൽ നിന്നും അതിൻ്റെ AV ഔട്ട് അതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ബാക്കിലുള്ളവർക്കും അതിൻ്റെ ഒരു വിഷ്വൽസ് കാണാൻ കഴിയും, വീഡിയോസൊക്കെ പ്ലേ ചെയ്യുമ്പോൾ. കൂടാതെ പിന്നെ കുറച്ച് ക്രോം ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറിൻ്റെ അവിടെ വരുന്നത്, അതുപോലെ ബാക്ക് ഡിക്കിയിൽ വരുന്ന കുറച്ച് ക്രോം ഫിനിഷിങ് ഐറ്റംസുകൾ, റിഫ്ലക്ടർ ലൈറ്റ് ആഡ് ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും നമ്മൾ ഇതിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലിങ്കെല്ലാം. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ജെൽ ടൈപ്പ് നമ്പർ പ്ലേറ്റ് ആണ്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതുപോലെ ഫ്രണ്ട് ബമ്പറിൻ്റെ താഴെ വരുന്ന ക്രോം CN ലീഗിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫോഗ് ലാമ്പ് ഒറിജിനൽ ടൈപ്പ് തന്നെയാണ്, ഇമ്പോർട്ടഡ് ക്വാളിറ്റിയാണ് ഫോഗ് ലാമ്പ് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ടൈപ്പ്, അത് നമ്മളെല്ലാം ഓൾറെഡി കസ്റ്റമർ വണ്ടിയിലുണ്ടായിരുന്നതാണ്. ഫ്രണ്ട് ഗ്രില്ല് നമ്മൾ ആ ഗ്രേ കളർ വരുന്ന ഭാഗത്ത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ മാറ്റി. അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റ് മിറർ വെച്ചിട്ടുണ്ട്, അത് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പിന്നെ വരുന്നത് വിൻഡോ ഗാർണിഷാണ്. വിൻഡോ ഗാർണിഷ് CN ലീഗിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. CN ലീഗ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അത് നല്ലൊരു ക്വാളിറ്റി ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റി ക്രോം ഐറ്റംസ് ആണ് ചെയ്യുന്നത് അവർ. അപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡ് മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ റെയിൻ ഗാർഡും വിത്ത് ക്രോം തന്നെ. ഡോർ ഹാൻഡിൽ റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പ്, ക്രോമുള്ള റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ ചെയ്തത്. സാധാരണ ക്രോം ഒട്ടിപ്പാണ് വരാറ്. ഡോർ പാഡിൻ്റെ ഫിനിഷിങ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സീറ്റിനോട് ഒരു മാച്ചിങ് ഉള്ള കളർ പെയിൻറ്റ് ചെയ്തു. അതുപോലെ അവിടുത്തെ സ്വിച്ചിൻ്റെ ഒക്കെ പാഡ് വരുന്നത് പിയാനോ ബ്ലാക്കിൽ ചെയ്തു. സീറ്റിൻ്റെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ, PU ലെതർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഡോർ പാഡിൽ മെറ്റീരിയൽ കൊണ്ട് അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്പീക്കർ നെറ്റ് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഡാഷിന് 2 കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഗിയർ കവർ, അതുപോലെ ഹാൻഡ് ബ്രേക്ക് കവർ, ആംറസ്റ്റിന് ഒരു കവർ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ സീറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ ചെയ്തു. 70 മാറ്റ് ചെയ്തു. അതുപോലെ താഴത്തെ പാഡുകളെല്ലാം നമ്മൾ ബ്ലാക്ക് കളറിലോട്ട് മാറ്റി. അതുകൊണ്ടൊക്കെ വണ്ടിയുടെ സീറ്റിനൊക്കെ ഒരു ഹൈലൈറ്റ് ഫീൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ 9 ഇഞ്ച് സ്ക്രീന് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ വരുന്ന പാനലിനൊക്കെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തു. സീറ്റ് ആൾട്രേഷൻ ചെയ്തത് ഇങ്ങനെയാണ്.
തൈ സപ്പോർട്ടും വിങ് സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഹെഡ് റെസ്റ്റിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്മേൽ മോണിറ്റർ വരുന്ന ഹെഡ് റെസ്റ്റാണ്. അതിനാണ് ഒരു ഷേപ്പ് ചേഞ്ച് കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് കവർ നമ്മൾ ഒറിജിനൽ ടൈപ്പിലാണ് ചെയ്തത്, ലെതർ റാപ്പ് ചെയ്തിട്ട് ഉള്ളിലോട്ട് നന്നായി ഇറക്കി. ശരിക്കും ഒറിജിനൽ ആ ഒരു മെർസിഡീസിൻ്റെ ഒക്കെ ഒരു ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗിയർ നോബും നമ്മൾ കവർ ചെയ്തു. ഹാൻഡ് ബ്രേക്കിൻ്റെ എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറിൻ്റെ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഡാഷ് ബോർഡ് അപ്പർ പോർഷൻ ബ്ലാക്കിൽ ചെയ്തു. അതുപോലെ പെഡൽസ് നമ്മൾ മോമോയുടെ പെഡൽസ് ഇട്ടെടുത്തു. ബാക്കിലെ മോണിറ്റർ വരുന്നത് ഇങ്ങനെയാണ്. വേൾടെക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് നമ്മൾ മോണിറ്റർ സെലക്ട് ചെയ്തത്. 7 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. ബാക്കിൽ വരുന്ന സീറ്റിൻ്റെ ഒക്കെ ലുക്ക് ഇങ്ങനെയാണ്. നല്ല ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലെ ആംറസ്റ്റ്, ആ കൺസോളിൻ്റെ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. തേർഡ് റോ സീറ്റ് വരുന്നത് ഇങ്ങനെയാണ്. കുറച്ചൊരു കുഷ്യൻ ഫീൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് ബ്ലാക്ക് ചെയ്തത് കൂടെ തന്നെ നമ്മൾ അതിൽ വരുന്ന റൂഫ് ലൈറ്റുകളും AC വെൻറ്റുകളെല്ലാം ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. ഒരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് മാറ്റി. അതുപോലെ സൺഷെയ്ഡും നമ്മൾ ബ്ലാക്ക് പെയിൻറ് ചെയ്തു. നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതൊന്നും നമുക്ക് നോക്കാം. നല്ല ഹൈ ഡെഫിനിഷൻ വീഡിയോസ് തന്നെയാണ് ഇതിൽ പ്ലേ ചെയ്തത്. 1080. സെയിം ഔട്ട് തന്നെ നമുക്ക് ബാക്കിൽ വരുന്ന സ്ക്രീനിലോട്ട് കൊടുക്കാം. അതേ സെയിം ടൈമിൽ ഒരു ഡിലേയും ലാഗും ഇല്ലാതെ തന്നെ അതിൻ്റെ പിക്ചർ നമുക്കിവിടെ വിസിബിൾ ആണ്. ഡിക്കി പാഡും നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവറിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ അത് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ വരുന്ന ആ ഒരു പോർഷൻ ബ്ലാക്ക് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്ത ക്രോം ഫിനിഷിങ് വരുന്ന കുറച്ച് ബാഡ്ജിങ്ങുകളൊക്കെയാണ് ടൊയോട്ട, ഇന്നോവ അങ്ങനെയുള്ളത്. നമ്പർ പ്ലേറ്റിൻ്റെ ഗാർണിഷ്, അതുപോലെ ഡിക്കി ഗാർണിഷ് എല്ലാം ക്രോമിൽ തന്നെ ചെയ്തു. ബമ്പറിൽ വരുന്ന റിഫ്ലക്ടർ ലൈറ്റ് LED കൊടുത്തു, വിത്ത് ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നോവയുടെ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട്. റേറ്റ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റിൽ നമ്മൾ ഒരു 50,000 വർത്ത് വരുന്ന ഒരു ഓഡിയോ അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടായിരിക്കും. ആ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ സീ യു, ബൈ.